നമ്മുടെ നാട്ടിലെ വീഗാലാൻഡിൽ പോകാനായിട്ട് കാത്തിരുന്ന ഞാൻ വീഗാലാൻഡ് വണ്ടർലേ ആയിട്ട് പോലും അവിടെ പോയിട്ടില്ല. പക്ഷേ എനിക്ക് വേണ്ടി ദൈവം കാത്തു വെച്ചത് മുംബൈയിലെ ഇമാജിക്കയായിരുന്നു. ചെന്ന് കയറിയപ്പോൾ തന്നെ മരണ വീട്ടിൽ കാലെടുത്ത് കുത്തുന്നത് പോലത്തെ നിലവിളിയും ബഹളമായിരുന്നു. നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റിലെ ഗേൾസ് ഗ്യാങ് എല്ലാവരും കൂടി പ്ലാൻ ചെയ്തായിരുന്നു ഈ ഒരു ട്രിപ്പ്. ക്രിസ്മസ് ടൈമിലായിരുന്നു നമ്മൾ പോയത്. അതുകൊണ്ട് ക്രിസ്മസ് തീമിലായിരുന്നു അവിടുത്തെ ഡെക്കറേഷൻസ് ഒക്കെ. നമ്മൾ ടിക്കറ്റ് എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇതുപോലത്തെ ഒരു ബാൻഡ് തരും കയ്യിൽ. പിന്നെ ബാൻഡൊക്കെ നമ്മൾ കയ്യിലൊക്കെ സ്റ്റിക്ക് ചെയ്തിട്ട് പതുക്കെ ഇങ്ങനെ നടന്നു. കൺഫ്യൂഷനായിരുന്നു എന്തിലാദ്യം കയറണമെന്ന്. അങ്ങനെ നമ്മളിങ്ങനെ ആദ്യം ക്യൂ കുറഞ്ഞത് ഇതിലായിരുന്നു. അപ്പോൾ ഇതിൽ കയറാൻ തീരുമാനിച്ചു. ഇതിൻ്റെ ടെക്നോളജി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആനക്കുട്ടി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ താന്നു പോകും. അപ്പോൾ നമ്മൾ ഈ ബട്ടൺ പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതിങ്ങനെ മേളിലേക്ക് വരും. അത് നമുക്ക് എത്ര ഹൈറ്റ് വേണമെന്ന് നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ ബ്രെയിനൊക്കെ ഷാർജ അടിച്ച പോലായി. ഇത് പിന്നെ പിള്ളേർക്കുള്ള ഇതിലെങ്ങാനും കയറാൻ ചെന്ന് കഴിഞ്ഞാൽ അവർ ഓടിച്ചാലോ എന്ന് വെച്ചിട്ട് നമ്മൾ ആ ഭാഗത്തോട്ടേ പോയില്ല. നമ്മൾ പിന്നെ കയറിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ അലിബാബ എന്ന് പറയുന്ന ഒരു സംഭവത്തിലാണ്. ഇവിടെ മിക്കവാറും എല്ലാം കിഡ്സ് സ്റ്റോറീസ് ഇല്ലേ, ഫാൻറ്റസി സ്റ്റോറീസ്, അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള റൈഡ്സ് ആയിരുന്നു. ഇനി ഈ രാജകീയ ശകടത്തിൽ കയറി നമ്മൾ യാത്ര തുടങ്ങി. ഇതിൻ്റെ ടെക്നോളജി എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആദ്യം ഒരു തോക്ക് തരും. അതിനകത്തൊരു ലേസറുണ്ട്. അത് ആ ഗ്രീൻ ലൈറ്റ് ഇല്ലേ റൗണ്ടിൽ കാണുന്ന ആ ഗ്രീൻ ലൈറ്റിൽ നമ്മൾ കറക്റ്റ് അത് ഷൂട്ട് ചെയ്യണം. അപ്പം ഷൂട്ടായിട്ടുണ്ടെങ്കിൽ ആ ഗ്രീൻ ലൈറ്റ് ഓഫ് ആവും. അപ്പം നമുക്ക് പോയിന്റ്സ് കിട്ടും. അതപ്പോൾ നമുക്ക് ഇറങ്ങുമ്പോൾ എന്തെങ്കിലും സംഭവമായിട്ട് കിട്ടും, കൂപ്പണായിട്ടോ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് കിട്ടും. അതായിരുന്നു സംഭവം. എനിക്ക് പിന്നെ പണ്ടേ കൂടുതലായതുകൊണ്ട് ഒറ്റ ഒരു വെടി പോലും കൊണ്ടില്ല. പണ്ടേ ഞാൻ അഹിംസയുടെ പാതയിലായിരുന്നല്ലോ. എനിക്ക് ആൾക്കാരെ ഒന്നും ഉപദ്രവിക്കാൻ അറിയത്തില്ലല്ലോ. പാവം ഞാൻ. അല്ലാതെ കഴിവില്ലാത്തതുകൊണ്ടാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കില്ലേ. നിമിഷം എൻ്റെ കുഞ്ഞു മനസ്സ് ആഗ്രഹിച്ചു ഇതൊക്കെ ഒറിജിനലായിരുന്നു, കുറച്ച് പോക്കറ്റിൽ ഇട്ടുകൊണ്ട് വരായിരുന്നു. പിന്നെ അടുത്തതായിട്ട് നമ്മൾ പോയത് ഇവിടെയാണ്. ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മറ്റേ ഡിസ്നി ലാൻഡിൻ്റെ ഒരു മിനിയേച്ചർ പോലൊക്കെ അവർ കാസിലൊക്കെ സെറ്റ് ചെയ്തേക്കുവാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും നീ അതിന് മുമ്പ് ഡിസ്നി ലാൻഡ് കണ്ടിട്ടുണ്ടോ എന്ന്. ഡിസ്നി ലാൻഡ് ഞാൻ കണ്ടിട്ടില്ല എന്നും പറഞ്ഞു ഡിസ്നി ലാൻഡ് ഇല്ലേ. ഇതിൻ്റെ പേര് പിന്നെ ഗ്രേറ്റ് ഇന്ത്യ ട്രിപ്പ് എന്നോ അങ്ങനെ എന്തോ ആയിരുന്നു. ഇത് നമ്മൾ മേളിലേക്ക് കൊണ്ടുപോയിട്ട് താഴെ നമ്മൾ ഓരോരോ ഇന്ത്യയിലെ പ്രശസ്തമായ സ്ഥലങ്ങൾ കാണിച്ചു തരും. ഇതിന് മുകളിൽ നീ തൂങ്ങിക്കിടന്ന് ഓരോരോ സ്ഥലത്ത് പോകുന്ന പോലെയാണ്. വെള്ളം കാണിച്ചപ്പോൾ ഞാനിങ്ങനെ നോക്കിയിരിക്കുക. ഞാൻ ആലപ്പുഴക്കാരിയാണല്ലോ. ആലപ്പുഴ ഇപ്പോൾ വരും ഒരു കുന്തവും വന്നില്ല. അവർ വിചാരിച്ചിരിക്കുന്ന കേരളത്തിൽ കന്യാകുമാരി മാത്രമേ ഉള്ളൂ. ഇനി ഇതായിരുന്നു എനിക്ക് ഏറ്റവും ഊളയായിട്ട് തോന്നിയ ഒരു പരിപാടി. ഇത് കൊച്ചു പിള്ളേർക്കൊക്കെ പറ്റിയതാണ്. കയറി ഇരുന്ന് പോയല്ലോ എന്നുള്ള അവസ്ഥയിൽ. പിന്നെ പണ്ടത്തെ ഒരു ഹിന്ദി മൂവി ആയിട്ടുള്ള മിസ്റ്റർ ഇന്ത്യ എന്ന് പറയുന്ന മൂവിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു തീമിലുള്ളതായിരുന്നു. അപ്പോൾ ആ മൂവി കാണാത്തവർക്ക് അവർ ആദ്യമേ മൂവി കാണിച്ചു തരും. എന്നിട്ട് നമ്മൾ ആ പിള്ളേരെ കണ്ടുപിടിക്കാൻ പോകുന്ന പോലത്തെ അങ്ങനത്തെ ഒരു തീമായിരുന്നു. അതും കൊള്ളായിരുന്നു, അടിപൊളിയായിരുന്നു. പിന്നെ ഞാൻ ഈ ഡിനോസറിൻ്റെ ബാക്കിൽ നിന്ന് നിരീക്ഷിച്ചത് എന്തുകൊണ്ട് നന്നായി. കാരണം ഫ്രണ്ടിൽ പോയി അറിയാതെ നിന്നവരൊക്കെ പണി കിട്ടി. ഇത് വായി കൂടെ വെള്ളം ചീറ്റിക്കുവേ. അങ്ങനെ അവരെല്ലാം കുളിച്ചോണ്ടാണ് പോയി. എനിക്ക് പിന്നെ പണ്ടേ വെള്ളം അലർജി ആണല്ലോ. അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് പോയി. നമ്മൾ ഈ ജുറാസിക് പാർക്കിലേക്കാണ് പോയി. ഇവിടെ മറ്റേ ഡിക്റ്റോ സ്പെസിമെൻസ് ഒക്കെ അവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ ഇത് കണ്ടപ്പോൾ സൂര്യയുടെ ടൈം ട്രാവൽ മൂവിയിലെ 24 അത് ഓർമ്മ വന്നു. അങ്ങനെ അവസാനിക്കുമോ നിന്ന് ഞങ്ങൾക്ക് പോകാനുള്ള വണ്ടി വന്നേ. ഇതും അടിപൊളിയായിരുന്നു. ഇങ്ങനെ തുറന്ന് ചെല്ലുമ്പോഴത്തേക്കും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോരോ ടൈപ്പ് ഡിനോസേഴ്സും അന്നത്തെ കുറച്ച് ക്രീച്ചേഴ്സും അങ്ങനത്തെ ഓരോന്നൊക്കെ കാണും. അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ കൊണ്ടുപോയി അവസാനം സംഭവിക്കുന്നത് ഞാൻ കാണിച്ചു തരാതെ ഇങ്ങനെ ഒരു ഗേറ്റ് അങ്ങോട്ട് തുറന്നിട്ട് നമ്മളെ ഇങ്ങനെ വെള്ളത്തിൽ കൊണ്ടുവന്ന് നിൽക്കും. അങ്ങനെ മേക്കപ്പ് ഒക്കെ പോയി മൂക്കിലും വായിലൊക്കെ വെള്ളം കയറിയിരിക്കുന്ന എന്നെയാണ് നിങ്ങൾ കാണുന്നത്. പിന്നെ എനിക്ക് ഇവിടെ വന്നിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവമായിരുന്നു ഇത്. ഈ സ്പേസ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഉള്ളിൽ വീഡിയോ എടുക്കാൻ സമ്മതിക്കില്ല. വീഡിയോ എടുത്തിട്ടും കാര്യമില്ല, ഫുൾ ഇരുട്ടാണ്. നമ്മളോട് കയറി ചെന്നപ്പോൾ കുറേ പിള്ളേർ കരഞ്ഞുകൊണ്ടിറങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചു സില്ലി കിഡ്സ് എന്തിനാണ് പറയുന്നത്. അവസാനം നമ്മൾ കരഞ്ഞ് മെഴുകി അതിൽ നിന്ന് ഇറങ്ങി. ഇത് ഫുൾ ഡാർക്കിലായതുകൊണ്ട് കണ്ണ് കാണാത്തതുകൊണ്ട് നമുക്ക് എപ്പോഴാണ് അറിയത്തില്ല. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ലല്ലോ എപ്പോഴാണ് നമ്മൾ തലകുത്തി പോകുന്നതെന്ന്. അതിൻ്റെ ഇടയ്ക്ക് എലിയനൊക്കെ ഉണ്ടെന്നൊക്കെ ചിലരൊക്കെ പറയുന്നത് കേട്ടു. ഞാൻ പിന്നെ ജീവൻ രക്ഷിക്കാനുള്ള പെടാപ്പാട് കാരണം കണ്ണടച്ചിരിക്കുകയായിരുന്നു. ഫുഡിനൊക്കെ മുടിഞ്ഞ വില ആയതുകൊണ്ട് നമ്മൾ ഒരു ഡിഷ് വാങ്ങിച്ച് 2 പേര് ഷെയർ ചെയ്ത് കഴിക്കുമായിരുന്നു. പിന്നെ ഈ സാധനം എനിക്ക് ഇഷ്ടപ്പെട്ട് ജസ്റ്റ് കഴിച്ചതുകൊണ്ട് സിമ്പിളായിട്ട് എന്തിനൊക്കെ കയറാമെന്ന് വിചാരിച്ചു. കുറച്ച് നേരത്തേക്ക് വെറുതെ ശ്രദ്ധിക്കണ്ടല്ലോ. പിന്നെ നമ്മളിത് കയറി. പിന്നെ എന്തിനോ വേണ്ടി വാ തുറന്നിരിക്കുന്ന അമ്മച്ചെ കണ്ടു. പിന്നെ ഞങ്ങൾ ലഞ്ച് ജസ്റ്റ് കഴിച്ചതും ഉള്ളതുകൊണ്ട് റെസ്റ്റൊക്കെ എടുത്ത് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഇങ്ങനെ കറങ്ങി നടക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മളിങ്ങനെ തേരാപ്പാരൊക്കെ അവിടെയൊക്കെ ഇങ്ങനെ നടന്നു. പിന്നെ ഈ ഒരു സെക്ഷനൊക്കെ കിഡ്സിനുള്ളതായിരുന്നു. അവർക്കുള്ള റൈഡ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു ചെറിയ. നമുക്ക് അധികം ടൈം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അടുത്ത റൈഡിൽ കയറാമെന്ന് വിചാരിച്ചു. ഇതിനെ കണ്ടോ? ഇതിനെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. ഇത് നമ്മൾ പോയൊരു സ്ഥലമാണ് ഇത്. ഇതും അടിപൊളി റൈഡായിരുന്നു കേട്ടോ. ഒരു 45 മിനിറ്റ്സെങ്കിലും ഞങ്ങൾ മിനിമം ക്യൂ നിന്നിട്ടുണ്ടാവും. നല്ല തിരക്കായിരുന്നു ഇവിടെ. ക്രിസ്മസ് ടൈമും കൂടെ ആയതുകൊണ്ട് ഒത്തിരി ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിലും ഞാൻ എൻ്റെ കരുത്ത് തെളിയിച്ചു. ആഗ്രഹം ഉണ്ടായിരുന്നു ഇതിലിങ്ങനെ തലയും കുത്തി പോകുമ്പോൾ കണ്ണ് തുറക്കണമെന്ന്. പക്ഷേ എന്താണെന്നറിയില്ല, ഓട്ടോമാറ്റിക്കലി എൻ്റെ കണ്ണ് ഞാൻ അടക്കി. നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നത് ഈ സാധനത്തിലായിരുന്നു, ഡേ ഡ്രോപ്പ്. ഇതിങ്ങനെ മേളേയും താഴേക്ക് പോകുമ്പോഴേ താഴേന്ന് നമ്മുടെ ജീവൻ ഇങ്ങനെ മേളിലേക്ക് പോകും. പിന്നെ ഉള്ള ജീവനെ പിടിച്ച് വലിച്ച് താഴെ കൊണ്ടുവന്ന് റൈഡ് അങ്ങനെ കംപ്ലീറ്റ് ആക്കി. പിന്നെ നമ്മൾ പോയത് അതിലും മികച്ചൊരു സ്ഥലത്തേക്കായിരുന്നു. ഇതായിരുന്നു അവിടുത്തെ ഏറ്റവും വലിയ റൈഡ്. അപ്പോൾ ഇതിൽ കയറിയപ്പം ഞാൻ ഇത്രയും റൈഡ് കയറിയതിൻ്റെ ഒരു ധൈര്യം വെച്ചിട്ട് ഞാൻ ഇത് തലയും കുത്തി പോയപ്പോഴത്തേക്കും കണ്ണു പറഞ്ഞു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അങ്ങനെ ഇതിൽ നിന്ന് നമ്മൾ തിരിച്ചിറങ്ങുമ്പോൾ തല കറങ്ങുമല്ല, തല കിറങ്ങും. പിന്നെ അവർ തന്നെ ലൈവ് ഫോട്ടോസൊക്കെ എടുത്ത് തരും കേട്ടോ. നമ്മൾ പേ ചെയ്താൽ മതി, നമ്മുടെ മെയിലിലേക്ക് അവരത് അയച്ചു തരും. അങ്ങനത്തെ ഒരു ഫെസിലിറ്റി ഉണ്ട്. പെർ ഫോട്ടോ 50 or 100 അങ്ങനെ എന്തോ ആയിരുന്നു. നമ്മൾ ഷെയർ ചെയ്തെടുക്കുമായിരുന്നു. ഇത് കയറി കഴിഞ്ഞപ്പോഴത്തേക്കും ഏകദേശം എല്ലാവരുടെയും ത്വരയെല്ലാം തീർന്നായിരുന്നു. എന്തെങ്കിലും സിമ്പിൾ സാധനം മതി, ദേഹമൊന്നും അധികം അനങ്ങാത്ത പരിപാടി മതിയെന്നും പറഞ്ഞിട്ട് നമ്മൾ ഇവിടെയാണ് പോയത്.
ഇവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ സംഭവത്തിൽ നമ്മളിങ്ങനെ വെള്ളം ചീറ്റിക്കുന്ന പരിപാടിയാണ്. അപ്പോൾ ഞാനിങ്ങനെ വെള്ളം ചീറ്റിച്ച് ആവേശം മൂത്തപ്പോൾ ഞാൻ ഇതേ കൊച്ചു പിള്ളേരുടെ ദേഹത്തെല്ലാം വെള്ളമാക്കി. അപ്പോഴത്തേക്കും അവരുടെ അമ്മമാർ ബാക്ക്ഗ്രൗണ്ടിൽ ഹിന്ദിയിൽ തെറി വിളിക്കുന്നത് ഞാൻ ഇങ്ങനെ കേട്ടു. അപ്പോൾ തന്നെ ഞാൻ സ്കൂട്ടായി. പിന്നെ ഇത് ഇങ്ങനത്തെ കാറൊക്കെ ഓടിക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഈ കാറിനകത്ത് തികയാത്തതുകൊണ്ട് ഞാൻ ആഗ്രഹം വിട്ടു. പിന്നെ കുറേയൊക്കെ റൈഡൊക്കെ ഓഫാക്കിയിട്ടേക്കുമായിരുന്നു അവർ, കേടായിരുന്നെന്ന് തോന്നുന്നു. പിന്നെ നമ്മൾ പോയത് ഇവിടെയാണ്. സ്വന്തം നിഴല് വരെ കണ്ട് പേടിക്കുന്ന ഞാൻ പോലും പേടിച്ചില്ല. പിന്നെ എല്ലാത്തിനും കയറി വന്നപ്പോഴത്തേക്കും നേരമൊക്കെ വൈകി. അപ്പോഴത്തേക്കും അവിടെ DJ സ്റ്റാർട്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പോയി കുറച്ച് ഡാൻസൊക്കെ കളിച്ചു. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഗെയിമൊക്കെ കളിച്ച് തോറ്റു. പിന്നെ നമ്മൾ പതുക്കെ ഉള്ള ജീവനും കൊണ്ട് അവിടുന്ന് സ്കൂട്ടായി. പക്ഷെ അടിപൊളിയായിരുന്നു കേട്ടോ.